പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനത്തിലൊരു പ്രത്യേക ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു. ഇങ്ങനെ പിക്ക് ചെയ്ത മനുഷ്യരോടാണ്, സെലക്ട് ചെയ്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരോടാണ് കർത്താവ് പറയണത്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ഈ വചനം വായിക്കുമ്പോഴൊക്കെ ബോബിച്ചൻ്റെ ഒരു പുസ്തകത്തിലെ എഴുത്തോർമ്മ വരും. അവൻ ജനിച്ച ഭൂമിയിൽ ജനിക്കാനാവുക, അവൻ നടന്ന മണ്ണിലൂടെ നടന്നു പോകാനാവുക, അവൻ പറഞ്ഞ വചനങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ആവുക. ഇതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളെന്ന്. നിങ്ങൾ കാണുന്നവ കാണാൻ ഒരുപാട് പേര്, ഇതൊന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞ സഹസ്രാബ്ദങ്ങൾ ഈ യഹൂദ ജനത കാത്തിരുന്നിട്ട് അതിനകത്ത് പ്രവാചകന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, കർത്താവിന് വേണ്ടി മുഴുവൻ മാറ്റിവെച്ച് ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെച്ച് കാത്തിരുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ്തുവൻ ജനിച്ച ഭൂമിയിൽ ജനിക്കാനാവുക, അവൻ്റെ പഠനങ്ങൾ ഇപ്പോൾ നമുക്ക് സ്വന്തം എന്നുള്ള രീതിയിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനാവുക, അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ പറ്റുക. എന്തൊരു ഭാഗ്യമാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നതൊക്കെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാതെ പോകരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനത്തിൻ്റെ. നിങ്ങൾ ഭാഗ്യമുള്ള മനുഷ്യരാണ്. അതാണ് വചനം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. അവരെക്കുറിച്ചിട്ടാണ് ഒന്നാമത്തെ വായനയിൽ പറയുന്നത്, ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവെന്ന് തുടങ്ങി അവൻ എപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അവൻ്റെ ജനം ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കുമെന്ന്, മറ്റുള്ളവരെക്കാൾ ഭാഗ്യപ്പെട്ടവരായിരിക്കുമെന്ന്, മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം ജീവിക്കുന്നവരായിരിക്കില്ല എന്ന് വചനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും, നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും, ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്തുമേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. വചനം പറയണത് നമുക്കിങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യമാണ്. ഈ കുഞ്ഞിനെ അവൻ അണലിയുടെ മാളത്തിൽ കൈയിടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വല്ലാതെ കൊതിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയണത്. കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങളെ പോലുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയണേ. ഈ കർത്താവ് തിരഞ്ഞെടുത്ത ജനതയുടെ നിഷ്കളങ്കത ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവിടുത്തെ മക്കളാണെന്നുള്ള ആ ഒരു നൈർമല്യത്തിൽ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം വേറൊരാൾക്കും കിട്ടാത്ത, വേറൊരു ജനതയ്ക്കും കിട്ടാത്ത വലിയ കൃപാവരങ്ങളാണ് മക്കളെന്ന നിലയിൽ അവിടുന്ന് നമുക്ക് നൽകുന്നത്. അതാണ് ഈ പറയണത്, മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും, മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈവിടും, എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ. തമ്പുരാൻ ആഗ്രഹിക്കുന്ന കണക്ക് ദൈവജനത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരെ ദൈവത്തിൻ്റെ അവകാശികളാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള രീതിയിൽ പോകാനായിട്ടാണ് കർത്താവ് ഓർമ്മപ്പെടുത്തണേ. ആ കുഞ്ഞുങ്ങൾക്ക്, ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത, പണ്ഡിതന്മാർക്ക് മനസ്സിലാവാത്ത എല്ലാ കാര്യങ്ങളും സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ മാത്രം വിളിച്ചിട്ട് പറയണത്,
നിങ്ങൾ കാണുന്നവ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു. അത് കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, കേൾക്കുന്നവ കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ളവ. ദൈവത്തിൻ്റെ മക്കളായി അവിടുത്തെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഇത് വളരെ വളരെ ക്ലീശയായിട്ടൊന്നും തോന്നും ചിലപ്പോൾ നമുക്ക്. പക്ഷെ അതല്ല കാര്യം. അത് തന്നെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കൾ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, ഈശോയുടെ മക്കളായിട്ട് ജീവിക്കുക എന്നുള്ളത് ഇങ്ങനെ വെറുതെ ചെറിയ പ്രായത്തിൽ മാത്രം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് എത്ര മുതിർന്നവരോടാണെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റാതിരുന്ന എല്ലാ മഹത്വവും കാണാനായിട്ട് പറ്റും. അവരെ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും അവർക്ക് കേൾക്കാൻ സാധിക്കാതെ പോയ എല്ലാ കൃപാവചസ്സുകളും നിങ്ങൾക്ക് ശ്രവിക്കാനായിട്ട് പറ്റും. എന്തുവേണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് ഈ ദിവസം പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതേ അങ്ങയുടെ മക്കളായി തന്നെ എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന്. ഒരു 50 പേര് ഇടവകയിൽ ഓൾട്ടർ ബോയ്സായിട്ടും ഗേൾസായിട്ടും കയറിയിട്ടുണ്ട്. അവരെ അങ്ങനെ നിർബന്ധിച്ച് ആരും കയറ്റിയതല്ല. അവർ കർത്താവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ തനിയെ വന്നതാണ്. ഒരു ചാൻസ് കിട്ടുന്നു, അവരെല്ലാവരും ഓടി വരുന്നു. പിന്നീടുള്ള നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഇതാണ്: ദൈവമേ, ഒരിക്കൽ പോലും അങ്ങയുടെ അൾത്താരയിൽ നിന്ന് ഇവർ അകന്നു പോവാതിരിക്കട്ടെ എന്ന്. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്: ഈ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി, ഈശോയുടെ മക്കളായി, അൾത്താരയിൽ നിന്ന് അകലാത്ത എല്ലാ വരപ്രസാദങ്ങളുടെയും അവകാശികളായി ഇവർ ജീവിക്കാനാവട്ടെ എന്ന്. മറ്റുള്ളവർക്ക് ആർക്കും, പണ്ഡിതന്മാർക്ക് ഗ്രഹിക്കാനാവാത്ത സ്വർഗീയ രഹസ്യങ്ങൾ ഇവരുടെ നിഷ്കളങ്കത വഴി, ജീവിത നൈർമല്യം വഴി ഇവരുടെ ഉള്ളിലേക്ക് പ്രകാശമായി നിറയട്ടെ എന്ന്. സ്വർഗത്തിൻ്റെ വചസ്സുകൾ, പ്രവാചകന്മാരുടെ കർത്താവിനെക്കുറിച്ചുള്ള, അവൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, രക്ഷയെക്കുറിച്ചുള്ള പ്രവചന വചസ്സുകൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഇനിയൊരു തലമുറയ്ക്ക് ഇടയാവട്ടെ എന്ന്. നിസ്സാര പ്രാർത്ഥനയൊന്നും അല്ല ഇത്. ആത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിറഞ്ഞ മക്കളൊക്കെ ഇങ്ങനെ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, അൾത്താരയോട് ചേർന്ന് നിൽക്കാൻ, ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ മുന്നോട്ട് പോകാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായി മുട്ടുകുത്താം. ഈശോയെ, ഞങ്ങളെ അങ്ങയുടെ മക്കളായി എന്നും നിലനിർത്തണമേ. ഞങ്ങളുടെ മക്കളെല്ലാവരും എന്നും അങ്ങയുടെ സ്വന്തമായി തന്നെ ആയിരിക്കാൻ, അതുവഴി ലഭിക്കുന്ന സ്വർഗീയ കൃപാവരങ്ങൾക്ക് അവകാശികളായി തീരാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായി തിന്മേലങ്ങി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കിടക്കുന്നതിന് മുൻപ് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവിടുന്ന് വചനത്തിൽ അരുൾ ചെയ്യുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ഞങ്ങളെ ദൈവമക്കളായി നിലനിർത്തുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഞങ്ങളുടെ മക്കളിലേക്ക് പ്രത്യേകമായും ഇറങ്ങി വന്ന് ആവസിച്ച് അഭിഷേകം ചെയ്യട്ടെ എന്ന് ഈ വലിയ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗാനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.